അതാ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഈ സദസ് അവസാനിപ്പിക്കുകയാണ്. ബാഗ്ദാദിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 2 സഹോദര ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. 2 പേരും കൂടി ബിസിനസ് ആരംഭിച്ചു. ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ കുത്തനെ ഉയർന്ന വിജയം വരിച്ചു, മറ്റേയാളെങ്കിൽ ആകെ ഡിമ്മായി ലോ ആയി പോയി. അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പാളിസായി പോയി. ഒരു ദിവസം ഈ മനുഷ്യൻ ഇയാളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്കൊരു 500 ദിർഹം നീ കടം തരുമോ? എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി. ഈ സന്ദർഭത്തിൽ ആ സഹോദരൻ 500 ദിർഹം ഇയാൾക്ക് കടം കൊടുത്തു. ആ കടം മേടിച്ച 500 ദിർഹവുമായിട്ട് ഈ മനുഷ്യൻ ചെന്ന് ബിസിനസ് സംരംഭം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എന്തു പറയാനാണ്, ദൗർഭാഗ്യമേ, എല്ലാം പൊളിഞ്ഞു പോയി. അവസാനം കടം മേടിച്ച പണം കൊടുക്കേണ്ട ആ ടൈം എത്തിയപ്പോൾ ഈ മനുഷ്യൻ ചെന്നൊരു, സഹോദര, എന്റെ മേടിച്ച പൈസ എന്തിയെ, അതെനിക്ക് തിരിച്ചുതാ. തരാൻ കഴിയില്ല കേട്ടോ. അവധി പറഞ്ഞു. അവസാനം ഇയാള് ജഡ്ജിയുടെ മുന്നിലെത്തിയിട്ട് പരാതി പറഞ്ഞു, എന്റെ ഇന്നാലിന്റെ സ്നേഹിതന് 500 ദിർഹം കടം തരാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്കിത് മേടിച്ചു തരണം. ജഡ്ജി ഇയാളെ ചുരുക്കി പറയണം, ഖസിയത്തുൽ ബുഖാരി മജ്ലിസ് തുടങ്ങുന്നതാണ്. ജഡ്ജി ഇയാളെ വിളിപ്പിച്ചു. അല്ല, നിങ്ങൾ മേടിച്ച പൈസ എന്താ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാത്തത്? പൈസ കൊടുക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിലൊന്നും പൈസയില്ല. ഇതിപ്പോ എന്ത് വേണം? നിങ്ങൾ എനിക്കൊരു ദിവസത്തെ അവധി തരണം. നിങ്ങൾ എങ്ങനെ, നിങ്ങൾ ഇത്രയും നാളെ പൈസ കൊടുക്കില്ല, നിങ്ങൾ ഈ ഒരു ദിവസത്തെ അവധി കൊണ്ട് നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും? നിങ്ങൾ ആരെയാണ് ജാമ്യം നിർത്തുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം അവധി തരുമ്പോൾ എനിക്കിവിടെ ജാമ്യം നിൽക്കാൻ പകരക്കാരൻ വേണമല്ലോ. അയാള് പറഞ്ഞു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ജാമ്യം നിർത്തുന്നു, ഒരു ദിവസത്തെ അവധി എനിക്ക് തരുമോ? ബാഗ്ദാദിലെ ജഡ്ജിയുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിൽ വെല്ലുവിളി പൊട്ടിപ്പോയി. ആദ്യമായ ഒരു മനുഷ്യനോട് ജാമ്യം നിർത്താൻ പറഞ്ഞത് കേൾക്കുന്നു മുഹമ്മദ് നബിയേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് യുദ്ധം പുലർത്തുന്ന ഹബീബിനോട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ മാന്യനായ ഖാദി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ദിവസത്തെ അവധി ഞാൻ തരാം. ഈ മനുഷ്യൻ തിരികെ പോയി. വീട്ടിൽ പോയപ്പോ വലിയ വിഷമത്തോടെയാണ് നടന്നു പോകുന്നത്. വിഷമത്തോടെ നടന്നു ചെന്ന് വീട്ടിലിരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തയാളല്ലയോ? ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലയോ? നിങ്ങൾ റസൂലുള്ളാഹിനെ ജാമ്യം നിർത്തിയിട്ട് വന്നയാളല്ലയോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വഴി കാണിച്ചു തരുമെന്ന് സ്വാലിഹത്തായ ആബിദത്തായ ഭാര്യ സഹോദരന് സതുപദേശം നടത്തി. അതാ പാതിരാത്രിയിൽ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി വരികയാണ്. ഓക്കെ ജൂദോ കറം ഹേ സുഹൈബത് ഹാ തേരാ, नहीं सुनता ही नहीं मांगने वाला तेरा, ओके जूदो करम है सुहैबत हा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെന്ത് ചോദിച്ചാലും അവിടെ നാട്ടിപ്പായിക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബിന്റെ ഖസീദത്തുൽ ബുർദ കേൾക്കാനല്ലയോ? നമ്മളിവിടെ സംഗമിച്ചത് ഹബീബിന്റെ മദ്ഹ് കേൾക്കാനല്ലയോ? ഇത്രയും നേരം ഈ വിനീതനായ മുത്തവല്ലിമ നിങ്ങളോട് പറഞ്ഞത് ഹബീബിന്റെ മദ്ഹല്ലയോ? ഈ മജ്‌ലിസിൽ നമുക്കും ചോദിക്കാം, റസൂലുള്ളാഹിനോട്
ആ ഹബീബിനെ മുന്നിട്ട് പടച്ച റബ്ബിനോട് നമുക്ക് ദ്വാരക്കണം മുഅ്മിനുകളെ. ഔദാര്യമായ റസൂലുള്ളാഹിനെ വസീലയാക്കി റഹ്മത്തായ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ റഹ്മാനും റഹീമുമായ പടച്ച റബ്ബ് നമ്മളെ നിരാശപ്പെടുത്തില്ല. ഒരു മുഅ്മിനിന്റെ കൽബിൽ അങ്ങനെ നിറഞ്ഞ പ്രതീക്ഷയാണ്. ഈ സഹോദരൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബ് വന്നിട്ട് പറഞ്ഞു, നീ ബാഗ്ദാദിലെ ഇന്ന മന്ത്രിയുടെ ചാരത്ത് ചെല്ലണം, അദ്ദേഹത്തോട് പറയണം നിനക്ക് 500 ദിർഹം തരാൻ. 500 ദിർഹം തരാൻ ഹബീബ് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറ, നീ ചെന്നിട്ട് പറ എനിക്ക് 500 ദിർഹം വേണോന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ മന്ത്രിയുടെ അടുത്ത് ചെന്നു. മന്ത്രിയുടെ അടുത്ത് നിന്നപ്പോ മന്ത്രിയോട് വിവരം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു 500 ദിർഹം തരാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എവിഡൻസ് നിന്റെ കയ്യിലുണ്ടോ? എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് അഹമ്മദ് യാസിനെ നിങ്ങളുടെ 500 ദിർഹം 500 രൂപ കടം തരാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ ഖാദി ചോദിച്ചു, ഈ മന്ത്രി ചോദിച്ചു, അല്ല നിനക്ക് വല്ല എവിഡൻസും ഉണ്ടോ മോനെ, പ്രൂഫുമുണ്ടോ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഉണ്ടോ, ഹബീബായ നബി എന്നോടൊരു പ്രൂഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്ന് രാവിലെ സുബഹിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് 1000 തികഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിച്ചില്ലയോ? അങ്ങനൊരു സംശയം നിങ്ങളുടെ കൽബിൽ വന്നില്ലയോ? ഈ എവിഡൻസ് ആണ് എന്റെ ഹബീബ് എനിക്ക് തന്നിട്ടുള്ള എവിഡൻസ്. ആ മന്ത്രിയുടെ കൽബിന്റെ അകത്തളങ്ങൾ അതാ കുളിർന്നു വരികയാണ്. പിന്നൊന്നും താമസിക്കാതെ, കാരണം എന്റെ മനസ്സിലാണ് അങ്ങനെ ആ വിചാരമുണ്ടായതെന്ന്, രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കൃത്യമായി 1000 സ്വലാത്ത് ചൊല്ലുന്ന ഈ മന്ത്രി 1000 പൂർത്തിയായോ ഇല്ലയോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അയാൾക്കത് ഓർമ്മയുണ്ട്. ഈ മനുഷ്യൻ ചെന്നിട്ടത് പറയുമ്പോൾ അകത്തളത്തിൽ പോയി 500 ദിർഹം എടുത്തു കൊടുത്തു. ഈ 500 ദിർഹവുമായിട്ട് നേരെ ഭരണാധികാരിയുടെ ചാരത്ത് വന്നു. ആ ഖാദിയുടെ മുന്നിലേക്ക് 500 ദിർഹം കൊണ്ടു കൊടുത്തപ്പോ അയാൾ ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് എവിടുന്നാണ് നിനക്ക് 500 ദിർഹം കിട്ടിയത്? നീ ഇന്നലെ വരെ കടം കൊടുക്കാതെ വന്നത് കൊണ്ടാണ് പരാതിക്കാരൻ എന്നോട് പെറ്റീഷൻ തന്നത്, പരാതി തന്നത്, കംപ്ലൈന്റ് നൽകിയത്. ഇന്ന് നിനക്ക് എവിടുന്ന് പണം കിട്ടി മോനെ? റസൂലുള്ളാഹി തങ്ങൾ നടന്ന സംഭവം മുഴുവനും അങ്ങോട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു അവിടുത്തെ കുറിച്ച്. ആ സമയത്ത് ഭരണാധികാരി 500 ദിർഹം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നിനക്കിരിക്കട്ടെ, ഇന്നലെ രാത്രിയിൽ എന്റെ അടുത്ത് ഹബീബ് വന്നിരുന്നു. ആ മനുഷ്യന് നീ മാപ്പ് നൽകാൻ പറഞ്ഞിരുന്നു. അതാ മറ്റേ മനുഷ്യന്റെ ചാരത്തേക്ക് ഇയാള് ദീർഘവുമായി ഓടിപ്പോവുകയാണ് സഹോദരന് കൊടുക്കാൻ. അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ നേരത്തെ അയാൾ 1000 ദിർഹം എടുത്ത് ഇയാൾക്ക് കൊടുത്തു. നീ കാരണമായി ഞാൻ ഇന്നലെ ഹബീബിനെ കണ്ടുപോയി, നിനക്ക് ഞാനതെല്ലാം മാപ്പ് നൽകിയിരിക്കുന്നു. അതേ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബിനോടെടുക്കുന്ന ആളുകൾക്ക് ഹബീബ് പ്രത്യേക പരിഗണന നൽകും കേട്ടോ. എത്രയോ ഉമ്മമാര് പെങ്ങന്മാര് ഹബീബിനെ സ്വലാത്ത് ചൊല്ലി സ്വപ്നം കണ്ട വിവരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി അവരുടെ മദ്ഹുർ റസൂലിന്റെ പ്രഭാഷണം ശ്രവിച്ചിട്ട്, ഉസ്താദെ ഞാൻ കണ്ടു റസൂലുള്ളാഹിനെ എന്ന് എത്രയോ യുവത്വം രക്തത്തുടപ്പുള്ള ചെറുപ്പക്കാര് പറഞ്ഞുപോയി. എന്റെ 14ഉം 18ഉം വയസ്സായ പെങ്ങളെ +2 പഠിക്കുന്ന പെങ്ങന്മാര് വിളിച്ചു പറഞ്ഞുപോയി. കോളേജ് ലെക്ചറായ ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞുപോയി. അതുകൊണ്ട് മഹബ്ബത്ത് വേണം ഹബീബിനോട്. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്തതിന്റെ അംഗീകരിച്ച് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ച രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായി ഉലമാക്കളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ ബാധ്യതയുള്ള മുതലാളിമാര് കൊടുത്തു തീർക്കണം.
ആരും കള്ളു പിടിക്കരുത്, പെണ്ണ പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ചൂട് കളിക്കരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല സാലിഹീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ സറാ. ഒരു സ്വലാത്ത് ഹബീബിന്റെ പേരിന് നിങ്ങൾ ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, അദീനായ പടച്ചറബ് ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.